Good evening. Goddess Ashera. Ashera is the god of love, fertility and war. ഒരേ സമയം സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ദൈവമായിരിക്കുന്നതോടുകൂടി തന്നെ യുദ്ധത്തിൻ്റെയും ദേവതയായിരുന്നു അഷേറ. അഷേറയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സുമേറിയൻ സംസ്കാരത്തിൽ, അതായത് മെസപ്പൊത്തോമിയൻ സംസ്കാരത്തിലെ ദേവതയാണ് അഷേറ. മെസപ്പൊത്തോമിയൻ മിത്തോളജിയിൽ നിന്നാണ് നമുക്ക് അഷേറയുടെ ആദ്യ മാതൃകകൾ കണ്ടെടുക്കാൻ പറ്റുക. പിന്നീട് ഈ സംസ്കാരത്തിൽ നിന്ന് അഷേറയുടെ വിവിധ പതിപ്പുകൾ വിവിധ മിത്തോളജിയിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ട്. ഗ്രീക്ക്, റോമൻ മിത്തോളജിയിൽ ഒക്കെ. ഈ ബൈബിളിൽ നമുക്ക് അഷേറയെക്കുറിച്ച് പരാമർശം കാണാം. പക്ഷേ ബൈബിളിലെ അഷേറ, ഞാൻ ഈ പറയാൻ പോകുന്ന അഷേറയുടെ വേറൊരു പതിപ്പാണ്. അത് നമുക്ക് വഴിയെ നോക്കാം. അപ്പോൾ സുമേറിയൻ പ്രദേശത്തുടനീളവും, അതായത് ഹിവ്യർ, കാനാന്യർ, നമ്മളുടെ അക്കാദിയന്മാർ, പിന്നെ നമ്മളുടെ ഇസ്ലാമിന് മുന്നുള്ള അറേബ്യയുടെ തെക്ക് ഭാഗം വരെ വിവിധ പതിപ്പുകളിൽ ആരാധിക്കപ്പെട്ടിരുന്ന ഒരു ദേവിയായിരുന്നു അഷേറ. ആ പ്രദേശത്തെല്ലാം നിലനിന്നിരുന്ന ദ ഹയസ്റ്റ് ഗോഡ്, അതായത് പരമോന്നത ദൈവമായ എല്ലിൻ്റെ പത്നിയായിരുന്നു അഷേറ. അപ്പോൾ ആ അർത്ഥത്തിൽ അവളെ അവിടെയുള്ള ആൾക്കാർ അന്ന് സംബോധന ചെയ്തിരുന്നത് സ്വർഗീയ രാജ്ഞി എന്നാണ്. അപ്പോൾ സ്വർഗത്തിന്റെ പിതാവ് അല്ലെങ്കിൽ രാജാവ് എല്ലും രാജ്ഞി അഷേറയുമായിരുന്നു. ഈ അഷേറയുടെയും എല്ലിൻ്റെയും സന്തതി പരമ്പരകളായിരുന്നു മറ്റുള്ള ദേവീദേവന്മാർ. ഈ അഷേറയുടെയും എല്ലിൻ്റെയും 70 മക്കളിൽ ഒരാളായിരുന്നു എബ്രായരുടെ പരമോന്നത ദൈവമായി ഉയർന്നു വന്ന യഹോവേ. പിന്നീട് ഈ എല്ലെന്ന സങ്കല്പം യഹോവയിൽ ലയിക്കുന്നതായി കാണാം. അങ്ങനെ നോക്കുമ്പോൾ നമ്മളുടെ അഷേറ പിന്നീട് യഹോവയുടെ പത്നി പദത്തിലേക്കും എത്തുന്നത് കാണാം. അത് എബ്രായർക്കായിരുന്നു കേട്ടോ. രണ്ടാം ടെമ്പിള് പണിത് കഴിഞ്ഞ സമയത്ത് പോലും അഷേറയുടെ ആരാധന ആ ടെമ്പിളിൽ പതിവുണ്ടായിരുന്നു എന്നതാണ് ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം. അപ്പം അഷേറയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അഷേറയുടെ സ്തംഭങ്ങൾ പല സമയത്തും ഈ ഒന്നാം ടെമ്പിളിൽ നിന്നും രണ്ടാം ടെമ്പിളിൽ നിന്നും മാറ്റിക്കളയാൻ വിവിധ പ്രവാചകന്മാര് വിവിധ രാജാക്കന്മാരോട് ആഹ്വാനം ചെയ്യുന്നതിന് ബൈബിൾ ഒരു തെളിവാണ്.